ഉശിരുറയും ഉയിരുമായി നേരിന്നെറിവുമായി പോരാട്ടക്കരുത്തുമായി വരുന്നേ പോലീസ്. ഉശിരുറയും ഉയിരുമായി നേരിന്നെറിവുമായി പോരാട്ടക്കരുത്തുമായി വരുന്നേ പോലീസ്. ഈ നാടിൻ്റെ പുലരും നന്മകളിൽ ഒന്നിച്ചൊന്നായി പാടും ഈണവുമായി. ഈ നാടിൻ്റെ പുലരും നന്മകളിൽ ഒന്നിച്ചൊന്നായി പാടും ഈണവുമായി. പോലീസ് കേരള പോലീസ്, പോലീസ് കേരള പോലീസ്. ഉശിരുറയും ഉയിരുമായി നേരിന്നെറിവുമായി പോരാട്ടക്കരുത്തുമായി വരുന്നേ പോലീസ്. ഉശിരുറയും ഉയിരുമായി നേരിന്നെറിവുമായി പോരാട്ടക്കരുത്തുമായി വരുന്നേ പോലീസ്. സത്യ പള്ളി എത്തി, വേണമെങ്കിൽ ഒന്ന് ഫ്രഷായിക്കോ. കൺട്രോൾ CRV2 ആൻസറിംഗ് സാർ. സാർ, റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞുള്ള 3ാമത്തെ വീട് മദ്യവെച്ച് ഭർത്താവ് ബഹളമുണ്ടാക്കുന്നുവെന്നാണ് ഭാര്യയുടെ പരാതി. മെസ്സേജ് ക്ലിയർ ആണ് സാർ, ലൊക്കേഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ അവിടെ എത്തിയേക്കാം. സത്യ വേഗം വാ, ഒരു കോളുണ്ട്, വാ. ഡ്യൂട്ടി ഇറങ്ങാറാകുമ്പോഴാണ് ഓരോരോ പണി കയറി വരുന്നത്. ഇവിടെ കൊല്ലൂല്ലോ മനുഷ്യനെ. ജോജി ആ ഹോണം മേടിച്ചിരുന്നു. ഈ കാലമണൻ എന്നെ കൊല്ലുന്നു. ബഹളം ഉണ്ടാക്കാതെ നീ കാര്യം പറ. സാറേ, ഇയാൾക്ക് എന്നെ ഭൂലോക സംശയം സാറേ. എപ്പോഴും വെള്ളം അടിച്ചോണ്ട് വന്ന് സാറേ എന്നെ കൊല്ല് സാറേ. ഒരു സ്വസ്ഥതയില്ല സാറേ. എന്നെ കൊല്ല് സാറേ. എന്നെ കൊല്ലാക്കൊല ചെയ്തിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ട സാറേ. എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല, നീ വാ. ഇവളാണ് സാറേ എന്റെ ജീവിതം. ശരി 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 അവളെ കൂടി വിളി സാറേ. നല്ല ഇടി വെച്ച് കൊടുക്കാഞ്ഞിട്ടാ. ഞങ്ങൾ വേണേൽ സ്റ്റേഷനിൽ എത്തിച്ചേക്കാം. പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് കൊടുത്താൽ മതി. ഓക്കെ ശരി സാറേ. സാറേ അവൾക്കല്ല സാറേ പരാതി, എനിക്കല്ല സാറേ പരാതി. സാറേ നാണക്കേട് കൊണ്ട് പുറത്തു പറയാഞ്ഞിട്ടാണ് സാറേ. നിന്റെ പെണ്ണുപിള്ളായിട്ട് രാവിലെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ സാറേ അവളാണ് പ്രശ്നം മൊത്തം. എങ്കിൽ അവളെ കൂടി വിളി സാറേ. അവളെ കൂടി കയറ്റി സാറേ വണ്ടിയെ. കാര്യം അറിയാലോ, അവളെ കൂടി കയറ്റി സാറേ. സാറിന്റെ സുഹൃത്ത് വിളക്കി സാധനല്ലേ ഇവിടെ നിൽക്കുന്നത്? പോട്ടെ, ഓരോരുത്തരും ജീവിച്ചു പോട്ടെ. ഒന്ന് നിർത്തി. നമസ്കാരം സാറേ. ഇതുണ്ട് സഹദേവ വോയിസ്. ഓ, നമ്മ ചുമ്മാ ഇവിടെ ഇങ്ങനെ. എന്താ സാറേ നമ്മുടെ ഏരിയയിൽ? ഓ, ഒന്നും പറയണ്ടോ, നിങ്ങളുടെ നാട്ടിലൊരു കുടുംബ പ്രശ്നം. ഇത് നമ്മുടെ ജിമ്മിച്ചിനല്ലേ സാറേ? ആള് വെറും പാവാണ് സാറേ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഏറ്റെങ്കിൽ വിട്ടേക്കാം. ഞാൻ ഏറ്റു സാറേ. കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ? ഒരു കുഴപ്പമില്ല. രാകേഷേ, അവനെങ്കിൽ വിട്ടേക്കടേ. വിടാൻ പ്രശ്നമൊന്നുമില്ല, അവൻ എൻ്റെ സുഹൃത്തായോണ്ട് വിടുന്നു. വളരെ ഉപകാരം സാറേ. വളരെ ഉപകാരം സാറേ. വീട്ടിൽ ചെന്ന് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കില്ല. ഇല്ല സാറേ. ഇനി ഞങ്ങൾക്ക് പണിയുണ്ടാക്കി വെക്കരുത്. ഇല്ല സാർ. മര്യാദക്ക് ജീവിച്ചോ. ശരി സാർ. കേട്ടല്ലോ? ശരി സാർ.
സഹദേവോ നോക്കണം. ശരി സാറേ. ഓക്കെ സാർ. നീ വാ പറയട്ടെ. ഹലോ സാർ രാവിലെ അറ്റൻഡ് ചെയ്താണ് കാണാനില്ലെന്ന് റിപ്പോർട്ടുണ്ട് സാർ. ഹലോ ഹലോ എന്താ? ഹലോ ഹലോ സാർ നമസ്കാരം. ഇത് കൺട്രോൾ റൂമിൽ നിന്നാണ്. സാർ നിങ്ങൾ രാവിലെ അറ്റൻഡ് ചെയ്ത കേസിലെ പ്രതി മിസ്സിംഗ് ആണെന്ന് റിപ്പോർട്ടുണ്ട് സാർ. മിസ്സിങ്ങോ? ആ സാർ, TRV2 അറ്റൻഡ് ചെയ്ത കേസിലെ പ്രതി മിസ്സിംഗ് ആണെന്ന് റിപ്പോർട്ടുണ്ട്. DVS പ്രബൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് സാർ. മിസ്സിംഗ് എന്നാണോ ആൾ പറഞ്ഞത്? മിസ്സിംഗ് ആണെന്ന് വൈഫ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് സാർ. അയ്യോ അർജന്റ് റിപ്പോർട്ട് ചെയ്യാൻ DVSP അറിയിച്ചിട്ടുണ്ട് സാർ. അതെ ശരി ശരി, ഞാൻ ഉടനെ എത്തിയേക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. രാകേഷ്, രാവിലെ നമ്മൾ പൊക്കിയാൾ മിസ്സിംഗ് ആണോ? എടാ ആഹാരം കഴിക്കുമ്പോഴേക്കും ആ കുന്തമൊന്ന് മാറ്റി വെച്ചൂടെ? ആ പിള്ളേരുടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചൂടെ? നീ ആ സത്യനോട് DVSP ഓഫീസിലേക്ക് വരാൻ പറ. അല്ലേ എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? അല്ലേ ഒന്നും കഴിക്കുന്നില്ല, ഇപ്പൊ ഒന്ന് കിടന്നല്ലേ ഉള്ളൂ. ഒരു പിന്നെ എന്താ ഇത്ര ധൃതിക്ക് പോകുന്നേ? നീ ആ റോഡിലോട്ട് ഇറങ്ങിന്നോ? നിനക്കെന്നാടാ ഊണ് ഉറക്കമൊന്നുമില്ലേ? നീ ഇപ്പൊ ഒന്ന് കിടന്നതല്ലേ ഉള്ളൂ. പോലീസിലല്ലേ ചാ, എപ്പോഴാ പണി വരുന്നെന്ന് പറയാൻ പറ്റില്ല. ആ ഏതായാലും 2 മാസം കൂടെ സഹിച്ചാ മതിയല്ലോ. ഹലോ. ആ സാർ, കൺട്രോൾ റൂമിൽ നിന്നാണ് സാർ. രാവിലത്തെ മിസ്സിംഗ് കേസ് TVയിലൊക്കെ ന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട് സാർ. അയ്യോ, അപ്പോൾ സ്ക്രോൾ ചെയ്ത് കാണിക്കാൻ തുടങ്ങില്ല സാർ. അതെ സാർ ഉടനെ എത്തുമല്ലോ. DVSP വിളിച്ചിരുന്നു. ഞാൻ ഉടനെ വരാം. ഉടനെ വരാം. വന്നുകൊണ്ടിരിക്കുക. രാകേഷേ, അനി അവിടെ തന്നെ റോഡിലോട്ട് ഇറങ്ങിയെന്നോ? ഞാൻ ദാ വരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീടിനടുത്ത് നടന്ന ഒരു സംഭവം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. അതായത് ഇന്ന് രാവിലെ പോലീസ് സ്വന്തം വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളെ കാണാനില്ല. സാറേ, പണി കിട്ടിയെന്നാണ് സാറേ. എന്ത് പറ്റിയടാ? ഈ ഗ്രൂപ്പ് മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട ട്രോളാണ് സാർ. എടാ, ഇതാ നർക്കോട്ടിക് കേസിലെ പ്രതിയല്ല, നിനക്കറിയില്ലേ? അവന്റെ പേരെന്താണ് സാർ? ജോപ്പൻ. പിന്നെ പോലീസിലിട്ട് പണിയാൻ ഇവനൊക്കെ ആയിരിക്കുമല്ലോ മുൻപന്തിയിൽ. ഇവനൊരു പണിയില്ലല്ലോ. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാണെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ്. ഓക്കെ, ബൈ. DVSP സാർ. നിങ്ങളിതുവരെ എത്തിയില്ലേ? എന്താണ് ഇത്ര താമസം? ഒരു മണ്ടത്തരങ്ങൾ ചെയ്ത് വെച്ചിട്ടും സാർ വന്നു. നിങ്ങൾ എന്താണ് ചെയ്തത്? സാർ, അതൊരു മദ്യപിച്ച കേസായതുകൊണ്ട് അവിടെ ഒരു ലോക്കൽ നേതാവിനെ ഏൽപ്പിച്ചു വിട്ടതാണ് സാർ. സ്റ്റേഷനിലെത്തിയില്ലേ? ഇല്ല സാർ. സ്റ്റേഷനിലെത്തിച്ചോ ഇല്ലയോ? ഇല്ല സാർ, സ്റ്റേഷനിൽ കൊണ്ടുപോയില്ല സാർ. ഇനി എന്നെ കണ്ടിട്ട് കാര്യമില്ല. കണ്ടാ മതി. സാർ, നിങ്ങൾ അവിടെ വരെ എത്തിയോ? സാർ വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ആ, നേരെ ചെല്ലുമല്ലോ. സാർ ഇപ്പം എത്തും സാർ. ആ, ചെന്ന് വാങ്ങിച്ചോ. സാർ, കൺട്രോൾ റൂമിൽ നിന്ന് SP ഒന്ന് കാണാൻ പറയാം സാർ. സാർ,
TRVയിലെ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട് സാർ. വരാൻ പറ. സർ, എടോ തനിക്ക് എത്ര വർഷമാണ് പോലീസ് സർവീസ്? സർ 30 വർഷം. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രൊസീജിയർ തനിക്കറിയില്ലേ? സർ അറിയാം സർ. താൻ അയാൾ അറസ്റ്റ് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റി, അത് കഴിഞ്ഞ് താൻ എവിടെ കൊണ്ടേ കളഞ്ഞത്? സർ എന്താ ഈ ഡ്രസ്? സർ ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു സർ. ഓ, തനിക്ക് 2 മാസം കൂടി റിട്ടയർ ചെയ്യാനായിട്ട്? അതെ സർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഈ കുരു കഴിച്ചില്ലെങ്കിൽ താൻ ഈ യൂണിഫോം റിട്ടയർ എന്ന് കരുതണ്ട, മനസ്സിലായോ? സർ. ആ പോ. സഹദേവനെ തന്നെയാണ് വിളിച്ചത്. അവനാണ് എല്ലാത്തിനും തന്നെയാണ് ഞാൻ വിളിച്ചിട്ടിരിക്കുന്നത്. ആകെപ്പാടെ കുഴപ്പം. സഹദേവോ, നീ എവിടെ നിൽക്കുക? ഞാൻ മാർക്കറ്റിലുണ്ട് സാർ. ശരി ശരി, നീ അവിടെ തന്നെ നിന്നോ. സാർ ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കി തരാം. ആപ്ലിക്കേഷൻ റെഡി ആക്കിയിട്ടില്ലേ? അത് സാർ. സാർ ഓക്കെ, ഇത് മതി. ഇത് ഞാൻ MLA യോട് പറഞ്ഞ് റെഡിയാക്കി തരാം. ഞാൻ എല്ലാം ശരിയാക്കി തരാം. സഹദേവോ, നീ ആ വണ്ടിയിലൊക്കെ കയറി. ഓ ശരി സാർ. ആ കയറ്. സഹദേവോ, സത്യത്തിൽ നീ ജിമ്മിച്ചിന് എന്താ ചെയ്തത്? സാർ ഞങ്ങൾ അവിടെ നിന്ന് 2 പെഗ് അടിച്ച് അപ്പൊ തന്നെ പിരിയുകയും ചെയ്ത്. എന്താ സാറേ, വല്ല പ്രശ്നമുണ്ടാ? എടാ, ആള് മിസ്സിംഗ് ആണ്. എപ്പാ? നിങ്ങളുടെ പറച്ചിൽ കേട്ടാ ഞാൻ കൊലപാതകം ചെയ്ത പോലെയാണ്. കൊലപാതകം തന്നെ. നീയാണ് ഒന്നാം പ്രതി. സഹദേവോ, സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വള്ളി പുള്ള തെറ്റാണ്ട് പറഞ്ഞോ. പറയാം സാറേ. അകത്ത് പോകേണ്ട കേസാ, സ്ത്രീപീഡന കേസാ, മനസ്സിലായോ? ഞാൻ ഇടപെട്ടത് കൊണ്ടാ നിന്നെ വെറുതെ വിട്ടത്. വളരെ ഉപകാരടാ. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? നിനക്കിപ്പോ 2 അടിച്ചാ പോരെ? അത് ഞാൻ ഏറ്റു. പക്ഷെ സാധനം എവിടെ കിട്ടും? ഇന്ന് 1-ാം തീയതി. അതൊക്കെ ഇപ്പൊ വിരൽത്തുമ്പിലല്ലേ. എന്നാ വിളിക്കുന്നീ? ധൈര്യമായിട്ട് വിളി. എടാ എവിടെയുണ്ട്? ഒരു സാധനം വേണോ? ഉണ്ടാ? ആ എന്നാ കനാൽ കരയിലേക്ക് പോരെ, ഞങ്ങളവിടെ കാണും. ഓക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ പൈസ നീ കൊടുത്തോണം. ഓക്കെ. എടാ നിനക്കിത് എന്താ പറ്റിയത്? എടാ സഹദേവ, നിനക്കെന്റെ കാര്യം അറിയില്ലടാ. ഒരു ചേരി കിടന്നവളെ കൊണ്ടുവന്ന് ഞാൻ രക്ഷിച്ചതാടാ. അവള് കാരണം എനിക്ക് എന്തെല്ലാം പോയെന്നറിയാവാ. എന്റെ ബന്ധം പോയടാ, എന്റെ സ്വന്തം പോയടാ, എന്റെ കൂട്ടുകാർ പോയ, എന്റെ സ്വത്തും പോയടാ. ഇപ്പോഴത്തെ കളി അറിയാവാ നിനക്ക്? ആ കാണുന്ന സ്ഥലവും ആ വലിയ വീടും, ആ വീട് സ്ഥലം അവർക്ക് സ്വന്തമാക്കണം. അതിനുള്ള കളിയാ കളിക്കുന്നത്. ഒരു കാരണവശാലും കൊടുക്കരുത്. ആരോട് പറയാനാടാ? എന്ത് ചെയ്യാനാടാ? എല്ലാം പോയില്ലടാ. ഹലോ ഹലോ. ആ എവിടെയാ സാറേ? ആ നീ എത്തിയോ? കിട്ടിയോ? നമ്മുടെ ആ സ്റ്റെപ്പിന്റെ താഴെ ഉണ്ടടാ. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് സാർ. പോയിട്ട് കുപ്പി എത്തിയിട്ടുണ്ട്. പോയിട്ട് വാ. പൈസയുണ്ട്, നീ പോയിട്ട് വാ. അളിയാ എല്ലാ സാധനവും ഉണ്ട്. ഉണ്ടാ? ടച്ചിങ്സും ഉണ്ട്. ഓക്കെ. സ്ഥിരം ബ്രാൻഡ് തന്നെ. ഓക്കെ ഓക്കെ. ആ ഒരു ചെറുതും കൂടി കൂടിയിടാ. മതി 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 മതി. വളരെ ഉപകാരമുണ്ടല്ലേ. നിന്നെ ഭയങ്കര ഇഷ്ടമാടാ. എനിക്ക് ഭയങ്കരനാടാ. നിന്നെ മറക്കത്തില്ലടാ, ഒരിക്കലും നിന്നെ മറക്കത്തില്ലടാ. പക്കാടാ നീ. എല്ലാരും എന്നെ ഉപേക്ഷിച്ചു. ഹലോ, ദേ ഒരു 1/2 മണിക്കൂർ. ആ ദേ ഇപ്പൊ തന്നെ എത്തിക്കോളാം.
ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഓക്കെ അളിയ, ഓക്കെ. നീ ഓവറായിട്ട് അടിച്ച് കൊളാക്കരുത്. അളിയ, അളിയൻ പ്രശ്നമൊന്നുമില്ലല്ലോ. അളിയൻ ധൈര്യമായിട്ട് പോയിക്കോ. ഇല്ലളിയ, ഓക്കേ അളിയൻ ധൈര്യമായിട്ട് പോകും. ഓക്കേടാ. ഓക്കേടാ, നോക്കി പോണേ, ഓക്കേ, ഓക്കേ. സൂക്ഷിച്ചു പോണ. എന്നിട്ട് അവനെന്തേ? ഞങ്ങൾ അവിടെ ഇരുന്ന് 2 പെഗ് അടിച്ച് ഞാൻ അപ്പം തന്നെ പോയി സാറേ. നിങ്ങൾ എവിടെ നിന്നാണ് വെള്ളം അടിച്ചത്? സാർ ഞങ്ങൾ ആ കനാലിൻ്റെ അവിടെയാണ് സാർ. കനാലിൻ്റെ എവിടെ? ഏത് കനാൽ? സാർ നമ്മുടെ ആ ബൈപ്പാസിനകത്തുള്ള കനാൽ. ബൈപ്പാസിൻ്റെ? ആ ആ ആ. ഇത് എവിടെയാടാ? ഇത് ഇവിടെ സാറേ. ഇവിടെയോ? അതെ സാർ, ഇത് ഇവിടെ സാറേ, ഇവിടെയാണ് ഞാൻ ഇരുന്നത്. ജിമിച്ചിന് ഇവിടെ ഇരുന്നു സാറേ, ഞാൻ ഇവിടെ വരുന്നു സാറേ. ഞാനൊരു 2 പെഗ് അടിച്ചു സാർ. എനിക്കൊരു കോള് വന്നതുകൊണ്ട് ഞാൻ പോയതാ സാറേ. ഞങ്ങൾ ഈ ചുറ്റോട്ടം പോയി നോക്കട്ടെ. സത്യം അവനെ ആര് കൊണ്ടുപോയിടും എനിക്കറിയാൻ പാടില്ല സാർ. ആകെ പുലിവാലായല്ല, ആള് മിസ്സിങ്ങാ. എന്താണ് സംഭവിച്ചെന്ന് അറിയാവോ? ആദ്യം തന്നെ പോയി സാറേ. CCTV ഉണ്ടായിരുന്നു. അവിടെ നോക്കാം, അവിടെ സാധ്യതയുണ്ട്. അതിൽ കിട്ടാൻ സാധ്യതയുണ്ട് സാർ. അതിലുള്ളോട്ടാണ് സാർ. 3-4 ക്യാമറ ഉണ്ട്, ഏതെങ്കിലും ഒന്നിൽ കിട്ടുമായിരിക്കും, നോക്കാം. ആരായിരുന്നു? ഞാൻ കൺട്രോൾ റൂം SI ആണ്. ഇവിടുത്തെ CCTV ഫൂട്ടേജ് ഒന്ന് നോക്കാൻ വന്നതാണ്. വാ സാർ, നോക്കാം. എന്നത്തെ വിഷ്വലാണ് സാർ വേണ്ടത്? ഇന്നത്തെ വിഷ്വൽ, ഇന്ന് 11 മണി മുതൽ. ആ സത്യ, നീ ആ സഹദേവൻ അങ്ങ് പറഞ്ഞിട്ടെ. ശരി സാർ. 11 മണിയുടെ വിഷ്വലാണ് വേണ്ടത്. ഇച്ചിരി കൂടെ. അതെ. സാറേ, ഒരാളെ ഇത് അവൻ തന്നെ സാറേ. വണ്ടിക്കാണെങ്കിൽ നമ്പരുമില്ല. കണ്ടു 2 പേരാണല്ലോ വണ്ടി നമ്പരും കാണാൻ പറ്റുന്നത്. ഓ ആ അതെ, അത് തന്നെ. ഇതാണോ? സാറേ, ആ ബൈക്ക് അത്ര ബന്ധിയല്ലല്ലോ. വേറെ ആംഗിളിലെ ക്യാമറ വല്ലതും ഉണ്ടോ? ആ നമ്പർ ഒന്ന് കിട്ടാൻ. സൂം ചെയ്ത് രാജേഷ്, ക്രൈം ഡ്രൈവ് ഉണ്ട് സാർ. അന്ന് നോക്കി. മതി, അത്രയും മതി. ഈ ഫൂട്ടേജ് ഒന്ന് സേവ് ചെയ്യാം. സാർ, ക്രൈം ഡ്രൈവിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു സുനിൽകുമാർ പനഞ്ചിക്കൽ. സാറേ, ഇത് നമ്മുടെ കൂരി സുനിയല്ലേ സാറേ? സാറേ, എങ്കിലും ഉറപ്പായിട്ടും കൊട്ടേഷനാ സാറേ. കൊട്ടേഷൻ തന്നെ. പണിയാ ആയല്ലോ. നീ ഒരു പണിയേ, ആ സൈബർ സെല്ലിൽ രാജേഷിനൊന്ന് വിളി. സാറേ, ടവർ അരൂരാണല്ലോ കാണിക്കുന്നത്. എന്നാ നമുക്ക് അങ്ങോട്ട് വിട്ടേക്കാം. സാർ, ഒരു മെസ്സേജ് ഉണ്ട്. ചെല്ലാനങ്ങരപ്പുറത്ത് സ്റ്റേ ആണല്ലോ പറയുന്നത്. സ്റ്റേ ആണോ കാണിക്കുന്നത്? എന്നാ ചെല്ലാനും പോ. ആ രാജേഷ്, കേണൽസ് ബീച്ചുമില്ല. ആ, ഞങ്ങളവിടെ എത്തി. രാജേഷ്, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ രാജേഷ്. അതിനൊരു 50 മീറ്റർ മാറിയാണ് സാറേ ലൊക്കേഷൻ കാണിക്കുന്നത്. ഒരു പഴയ കെട്ടിടം കാണുന്നുണ്ടല്ലോ രാജേഷ്. ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് നോക്കട്ടെ സാറേ. വലതുവശത്ത് കാണുന്നതാണ്. അവിടെയായിട്ടൊന്നും കാണുന്നുണ്ടല്ലോ സാറേ.
സത്യം അപ്പറേ വിടാം. രാകേഷേ, നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അപ്പുറത്തൂടെ വരാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവിടെ ഒരു വിഷയത്തിൽ പെട്ട് നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാടാ, അങ്ങോട്ട് വിളിക്കാം. നീ വെക്ക്. ആ സാറേ, എന്താണ് സാറേ? ഏത് ജിമ്മിച്ചൻ? അഭ്യാസം എടുക്കണടാ സാറേ. അയാൾ പറ വെള്ളമാണ് സാറേ. നമ്മളുടെ പിള്ളേർക്ക് എടുത്ത് എന്നിട്ട് അവര് പെരിക്കുകയാണ്. എനിക്കറിയാൻ പോലെ ഒന്നും. എനിക്കറിയാൻ പോലെ സാറേ. നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞങ്ങൾക്ക് അറിയാടാ. കളിക്കുന്നോ എന്തോടാ? നിന്റെ 2 ദിവസത്തെ കോൺട്രാക്ട് മുഴുവൻ ഇതിനകത്തുണ്ടോ? എന്താ സാറേ, എനിക്കറിയാൻ മേല. നീ ഒന്നും വിളിക്കാൻ നോക്കണ്ടോ? പറയണം. ഞാൻ പറയാം സാറേ, പറയാം, എല്ലാം പറയാം. എന്നെ ഒന്നും ചെയ്യല്ലേ കുരുസുനി. നീ എങ്ങനെയാണ് അയാളെ കൊന്നത്? സാറേ, മദ്യത്തിൽ വിഷം ചേർത്താണ് സാറേ കൊന്നത്. എന്താവശ്യത്തിനാണ് നീ അവനെ കൊന്നത്? സാറേ, എല്ലാം അവള് പറഞ്ഞിട്ടാണ് സാറേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമായിരുന്നു, അതുകൊണ്ട് അവനെ ഒഴിവാക്കി. പറ്റിപ്പോയി സാറേ, നമ്മളൊക്കെ ആണുങ്ങളല്ലേ. എന്നിട്ട് ബോഡി വിട്ടാ സാറേ. അത് സുനി, എവിടെയാണാ? അവിടെയാണ് സാറേ, അവിടെയാണ്. ഏതാണ് ആ കേട്ടോ? കാണുന്ന കേട്ടത് ഇല്ല സാറേ. ദേ ഉണ്ട്, ഇപ്പൊ കാണിച്ചു. ഓരോ പണിയുണ്ടാക്കി വെക്കാൻ. ദേ ഉണ്ട് സാറേ, ഇവിടെയാണ്. ഇവിടെ ദേ ഉണ്ട് സാറേ. എടാ പൾസ് കണ്ടാ? എടാ മറിച്ചിടാ. സാറേ, ജീവനുണ്ട് സാറേ. എടുത്തോ സാറേ. ഇവ ചത്തില്ലായിരുന്നു. പിടിക്കണം. കുഴപ്പമായില്ല. സമയത്ത് എത്തിച്ചുകൊണ്ട് നന്നായി. ഛർദിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതേടാ നമ്മുടെ ഭാഗ്യം. ആരൊക്കെയാണ് അതിന്റെ ഉണ്ടായിരുന്നത്? സാറേ, ഷാജിയാണ് സാറേ. പരുന്താ? ആ, പരന്ത ഷാജി. പിന്നെ റോക്കി ജോണി. പിന്നെ നമ്മുടെ ജിമ്മ് രാജാണ് സാറേ. പോലീസുകാരൻ സംഭവം മനസ്സിലായാലും കൂടുതൽ ബഹളം ഉണ്ടാകാൻ കൊടുക്കും.
സാറേ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് വാടാ ഇങ്ങോട്ട്. കൊള്ളാം സാറേ, എല്ലാത്തിനും പൊക്കിയല്ലോ. അല്ലാതെ പിന്നെ എഴുതറ ഇങ്ങോട്ട് അയ്യോ നടക്കട സാറേ. ശരി സാർ. ഓക്കെ സാർ. ഓക്കെ. നീ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുമല്ലേടി? വാടി ഇങ്ങോട്ട്. മാഡം ഞാനൊന്നും ചെയ്തിട്ടില്ല മാഡം. ഞാൻ വാടി ഇങ്ങോട്ട്. ഞാനൊന്നും ബലം പിടിക്കുന്നു. ഞാനല്ല ചെയ്തത് മാഡം. എന്റെ പേഴ്സ്. നീ എന്താ കല്യാണത്തിന് പോണോടി? പിടിച്ച് കേട്ടവിടെ. സാർ എന്നെ കൊണ്ടുപോകല്ലേ സാറേ. കൊണ്ടുപോകല്ലേ സാറേ. എന്നെ കൊണ്ടുപോകല്ലേ സാറേ. എന്നെ കൊണ്ടുപോകല്ലേ സാറേ. കേരള പോലീസിന്റെ അഭിമാന നിമിഷം. ഭർത്താവിനെ വധിക്കുവാൻ കാമുകനും കൂട്ടാളികളുമായി ചേർന്ന് ശ്രമം നടത്തിയ വീട്ടമ്മയും കൂട്ടാളികളും പിടി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൂരിസുനിയെയും കൂട്ടാളികളെയും പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തു. മരിച്ചെന്ന് കരുതി പ്രതികൾ ഉപേക്ഷിച്ച ഭർത്താവ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. യു ഹവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു സർ. എല്ലാത്തിനും സമയത്തിന് അകത്താക്കിയല്ലോ. താങ്ക് യു. ഇനി തനിക്ക് എന്തായാലും അഭിമാനത്തോടെ റിട്ടയർ ചെയ്യാം. താങ്ക് യു സർ. ഗുഡ്. താങ്ക് യു സാർ.